ഗുഡ് ഈവനിങ് അമേരിക്ക. മോഹൻലാലിനോടുള്ള കിലുക്കത്തിലെ ജഗതിയുടെ ഡയലോഗ് ഓർമ്മയില്ലേ? നീ കാണിച്ച തോന്നിയാസങ്ങൾക്ക് പോയത് എന്റെ കൈ, എന്റെ കാൽ, എന്റെ തല. ഇതേ അവസ്ഥയിലാണ് അമേരിക്കക്കാരും. റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും തമ്മിലുള്ള തർക്കത്തിൽ പോയത് ഞങ്ങളുടെ പണി, ഞങ്ങളുടെ ശമ്പളം, ഞങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ എന്ന പരിവട്ടം പറച്ചിലാണവർ. വിമാനയാത്ര മുതൽ മ്യൂസിയവും മൃഗശാല സന്ദർശനവും ഉൾപ്പെടെ മുടങ്ങി. എന്നുവെച്ചാൽ മനുഷ്യർ മാത്രമല്ല, മൃഗശാലകളിലെ മൃഗങ്ങളും വലയുമെന്ന് ചുരുക്കം. ചെലവാക്കട്ടോ എന്ന് ചോദിച്ച റിപ്പബ്ലിക്കന്മാരോട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് സെനറ്റിൽ ഡെമോക്രാറ്റുകൾ ഇടഞ്ഞപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചത് ഇതാണ്. ഇതൊന്നും ഞങ്ങളുടെ കുടുംബകാര്യത്തിന് ചെലവാക്കാനല്ലല്ലോ എന്ന ചോദ്യത്തിന് ആരോഗ്യ ഇൻഷുറൻസിന്റെ പേരിൽ കലിപ്പ് കാണിക്കുകയാണ് ഡെമോക്രാറ്റുകൾ. ട്രംപ് ആകട്ടെ കിട്ടിയ തക്കത്തിന് കിട്ടിയ അവസരം മുതലെടുത്ത് കണ്ണിൽ കണ്ടവരെയൊക്കെ പിരിച്ചുവിടാനൊരുങ്ങുന്നുവെന്ന് വിമർശകർ. അങ്ങനെ 4ാം തവണയും വേണ്ട വേണ്ട എന്ന് സെനറ്റ് പറഞ്ഞതോടെ ഷട്ട് ഡൗൺ 2ാം വാരത്തിലേക്ക് കടക്കുകയാണ്. കൂട്ടപ്പിരിച്ചുവിടൽ അനിവാര്യമെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരൻ ലെവിറ്റ് പറഞ്ഞിട്ടുമുണ്ട്. പോയ 7 വർഷത്തിനിടെ ആദ്യമായി ശമ്പളമില്ലാത്ത അവധിയിലേക്ക് ലക്ഷങ്ങൾ പോകേണ്ടി വന്നു. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പ് ചിന്തിക്കുന്നു, ഒഴിവാക്കാമായിരുന്നോ ഷട്ട് ഡൗൺ? ഇന്നത്തെ എന്റെ അതിഥികൾ: ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും ഫ്ലോറിഡ ലീ കൗണ്ടി റിപ്പബ്ലിക്കൻ പാർട്ടി കമ്മിറ്റി മെമ്പറുമായ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, റിപ്പബ്ലിക്കൻ പാർട്ടി പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റും പെൻസിൽവേനിയ പാർട്ടി മെമ്പറുമായ സ്റ്റാൻലി ജോർജ് എന്നിവരാണ്. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ അതിഥികൾക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ സജിമോൻ ആന്റണിയിലേക്കാണ്. ശ്രീ സജിമോൻ ആന്റണി, ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ ഇന്ത്യയിലൊക്കെ ഇരിക്കുന്നവർക്ക് ഈ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ, അടച്ചുപൂട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ല. ഇപ്പോൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ അമേരിക്കയിൽ പൈസ ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം എന്നാണ്. പക്ഷേ ഇത് പണമില്ലാത്തത് കൊണ്ടല്ല, ബജറ്റിലെ ബില്ല് പാസ്സാക്കുന്നതിൽ, അല്ലെ ബില്ല് പാസ്സാക്കുന്നതിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം മാത്രമാണ്. ഒരു പ്രശ്നം, ആ കാര്യത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും തമ്മിൽ ഒരു സമവായമായാൽ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകാം. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ശരിക്കും ഇപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്തൊക്കെയാണ്? ഏതൊക്കെ സർവീസുകളാണ് തടസ്സപ്പെട്ടിട്ടുള്ളത്? എന്തൊക്കെ പ്രയാസങ്ങളാണുള്ളത്? ക്രിസ്റ്റിന, ഇവിടെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കണ്ണാര് ചിമ്മും എന്നുള്ളതാണ് വലിയൊരു ക്വസ്റ്റ്യന്. ഡെമോക്രാറ്റ്സിന് അവരുടേതായ ഐഡിയസ് ഉണ്ട്, അവരുടേതായ ഡിമാൻഡ് ഉണ്ട് ബജറ്റിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഭരിക്കുന്ന കക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഡൊണാൾഡ് ട്രംപിന്റെ അജണ്ടയും അതിൻ്റെതായ ബജറ്റ് എക്സ്പെക്ടേഷൻസും ഉണ്ട്. അപ്പൊ ഇത് അതിലുള്ള ഒരു കട്ട പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇവിടെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവാറില്ല. എന്നാൽ ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല എക്സാമ്പിൾസ് നമ്മളിലുണ്ട്. 1981 മുതൽ നമ്മൾ ഇങ്ങേക്ക് നോക്കുകയാണെങ്കിൽ 3 തവണയാണ് പ്രത്യേകിച്ച് നോട്ടബിൾ ആയിട്ടുള്ള എടുത്തു പറയാനുള്ളത്. ഒന്ന് 90s ബിൽ ക്ലിന്റന്റെ സമയത്ത് ഉണ്ടായിരുന്നു. അന്ന് 12-13 ദിവസം ഒരു ഫൈറ്റ് ആയിരുന്നു അത്. എന്നാൽ അതിനുശേഷം 2013 ബറാക് ഒബാമയുടെ സമയത്തും ഏറ്റവും എടുത്ത് നോട്ടബിൾ ആയിട്ട് പറയേണ്ടത് 2018 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്നായിരുന്ന സമയത്ത് തന്നെ 35 ദിവസത്തെ ഒരു ഹിസ്റ്ററി പോലും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അതിനു മുമ്പ് അല്ലെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആർഗ്യുമെന്റും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡിബേറ്റും കഴിഞ്ഞ ശേഷം 2 പാർട്ടികൾ ഒരു കോൺസെൻസിൽ വന്നിട്ട് ബജറ്റ് പാസ്സാക്കുന്ന ഒരു രീതി ആയിരുന്നു അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ എവിടെയോ കഴിഞ്ഞ 10-15 വർഷമായിട്ട് അത് പൊക്കോണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഏതായാലും 7,50,000 ആൾക്കാരുടെ ജോലിയാണ് തുലാസിൽ നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏത് ഫൈറ്റ്, അത് ഇങ്ങനെയുള്ള ഒരു ഇക്കണോമിക്കൽ ഫൈറ്റ് ആണെങ്കിലും ബജറ്റിന്റെ ഫൈറ്റ് ആണെങ്കിലും ആക്ച്വൽ വാർ ആണെങ്കിലും അതിനകത്ത് ആരും വിന്നേഴ്സ് ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു ഫൈറ്റിനകത്തും ദർ ഇസ് നോ വിന്നേഴ്സ്. ഇപ്പം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഇതിനെ ബാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ മുമ്പേ സൂചിപ്പിച്ച പോണക്ക് തന്നെ അമേരിക്കയിലുള്ള പാർക്കുകൾ, മ്യൂസിയങ്ങൾ, ലൈബ്രറികൾ, നാഷണൽ മോണുമെന്റ്സുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വളരെയധികം അടഞ്ഞു കിടക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ അവശ്യ സാധനങ്ങൾ അല്ലെങ്കിൽ എമർജൻസി സൈറ്റിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റലുകൾ, അങ്ങനെയുള്ള പ്രൊവിഷൻസും കാര്യങ്ങളും ഒക്കെ നോർമൽ രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇത്രയും ആൾക്കാർക്ക് അവർക്ക് കിട്ടേണ്ട ഇൻകം വരാതെ ഇരിക്കുമ്പം അത്രയും എന്താ പറയുക ഫൈനാൻസ് ആണ് ഈ ഒരു മാർക്കറ്റിലേക്ക് പോവാതിരിക്കുന്നത്. അത് ഒരു ഇക്കണോമിക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഇത് ലോങ്ങർ ടൈമിലേക്ക് പോവുകയാണെങ്കിൽ. എന്നാൽ സാധാരണഗതിയിൽ പറയുന്ന കണക്ക് 2-3 ദിവസം അല്ലെ 4-5 ദിവസമൊക്കെ ആയിട്ട് സെറ്റിൽ ആവുകയാണെങ്കിൽ വലിയൊരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ ഇത് മുന്നേക്ക് പോകും. എന്നാൽ അതിനുള്ള ഒരു വഴി ഇവിടെ കാണുന്നില്ല. കാരണം എന്താണ് കാതലായ ഒരു തർക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള മെഡിക്കേഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ എനിക്ക് 3-4 മാസങ്ങൾക്ക് മുമ്പ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒരു ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പാസ്സാക്കിയിരുന്നു. അപ്പൊ അതിനകത്ത് ഏകദേശം 17
മില്യൺ ആൾക്കാരുടെ മെഡിക്കേഡ് പ്രൊവിഷൻ കട്ട് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ അതിനകത്തുണ്ട്. അതിനെ എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഡെമോക്രാറ്റുകൾ ഡിമാൻഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രസിദ്ധമായ ഒബാമ കെയർ അമേരിക്കയിലെ ഒബാമയുടെ കാലത്ത് തുടങ്ങിയതാണ്. അപ്പൊ അന്ന് മുതൽ എന്ന് ഒബാമ ഇറങ്ങിയോ അന്ന് മുതൽ റിപ്പബ്ലിക്കൻ പാർട്ടി എല്ലാ ശ്രമവും നടത്തുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ആ ഒബാമ കെയറിനെ ആ ഒരു പോളിസി ഇല്ലാതാക്കണം എന്നുള്ള കാര്യത്തിൽ. കാരണം അവർക്ക് അവരുടേതായ ഡിസഗ്രിമെന്റ്സ് ഉണ്ട്. റിപ്പബ്ലിക്കൻസ് പറയുന്നത് ഈ എമൗണ്ടുകളൊക്കെ എന്തിനാണ് ഇല്ലീഗൽ ഇമിഗ്രേഷന് മിസ്യൂസ് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ എന്തുമാത്രം സത്യമുണ്ട് എന്ന് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബജറ്റ് എസ്റ്റിമേറ്റ് ഇൻഡിപെൻഡന്റ് ഏജൻസി പറയുന്നത് 4 ബില്യനാണ് എമൗണ്ട് ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് മൊത്തം വരുന്നത്. എന്നാൽ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് പേ ചെയ്യുന്ന ടാക്സും അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഒരു വർഷവും ഇൻഡിപെൻഡന്റ് ഏജൻസീസ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 100 ബില്യനാണ്. അപ്പൊ നമ്മൾക്കൊരു മാത്തമാറ്റിക്സ് സെൻസിൽ പറയുകയാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് 4 ബില്യൺ പോയാൽ പോലും ബാക്കി 96 ബില്യൺ ഗവൺമെന്റിന് ഇവിടെ സർപ്ലസ് ഉള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദീസ് ആർ മാത്തമാറ്റിക്സ് നമ്പേഴ്സ് അക്കോർഡിംഗ് ടു ദ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിപെൻഡന്റ് ഏജൻസിയുടെ നമ്പേഴ്സാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ഇനി വരും ദിവസങ്ങളിൽ 1-2 ദിവസം കൊണ്ടും തീരുമാനമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അൺലെസ് ഈ ഒരു പാർട്ടികൾക്ക് ഒരു ലീഡർഷിപ്പ് കാണിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അഭിപ്രായം മാത്രം നടത്തുക എന്നുള്ളതല്ല. ഒരു കോൺസെൻസസ് ഉണ്ടാക്കി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി അവരോട് ഒരു എഗ്രി ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു സ്കിൽ സെറ്റും കൂടെ വേണം. സംഹൗ ഇപ്പോഴത്തെ നമ്മുടെ പ്രസിഡന്റ് ട്രംപിന് ആ ഒരു സ്കില്ല് എവിടെയോ നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം അങ്ങനെ ഒരു ലീഡർഷിപ്പ് എടുക്കാതെ ഇങ്ങനെയുള്ള പ്രൊവിഷൻ ഇങ്ങനെയുള്ള പോളിസികൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവത്തില്ല. കാരണം അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മാത്രം ഒരു പ്രസിഡന്റ് അല്ല, ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും ആയിരിക്കരുത് ഒരിക്കലും. അദ്ദേഹം ആര് പ്രസിഡന്റ് ആണെങ്കിലും അവരൊക്കെ അമേരിക്കയുടെ പ്രസിഡന്റ് അമേരിക്കൻ ജനതയുടെ പ്രസിഡന്റ് ആയിരിക്കണം. അതിനകത്ത് ഒരു മജോറിറ്റി അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനകത്ത് ചർച്ച ചെയ്തിട്ട് ഇരുഭാഗവും കേട്ടിട്ട് അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ ഈ സൊല്യൂഷൻസ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സൊല്യൂഷൻ ഉണ്ടായി പോകുന്നുണ്ട്. ഇല്ലാതിരുന്ന സമയങ്ങളിലൊക്കെ ഇതുപോലെ ഡ്രാഗ് ചെയ്തും പോകുന്നുണ്ട്. അല്ലെങ്കിൽ ചില സമയത്തൊക്കെ നമ്മൾ പൊളിറ്റിക്കൽ അഫിലിയേഷൻ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ചില സമയത്ത് നമ്മൾ ചില പോളിസി മാറ്റേഴ്സിനകത്ത് നമ്മുടെ സ്വന്തം പൊളിറ്റിക്കൽ അഫിലിയേഷൻ മാറ്റി വെച്ചിട്ട് രാജ്യത്തിന് എന്താണ് നല്ലത്, ജനതയ്ക്ക് എന്താണ് നല്ലത് എന്ന് നോക്കിയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വയസ്സായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന സമയങ്ങളുണ്ട്. അന്നൊക്കെ ഏത് പാർട്ടി ഭരിച്ചാലും ആര് പ്രസിഡന്റ് ആണെങ്കിലും വിജയിക്കും. ഇല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ ഡ്രാഗ് ചെയ്ത് ഒരു ഫൈറ്റിലേക്ക് വരും. ആ ഒരു ഫൈറ്റ് മുമ്പേ പറഞ്ഞു മുടക്കി തന്നെ അത് ഏത് ഫൈറ്റ് ആണെങ്കിലും, ഒരു ഇക്കണോമിക്കൽ ഫൈറ്റ് ആണെങ്കിലും ടാരിഫ് ഫൈറ്റ് ആണെങ്കിലും ആക്ച്വൽ വാർ ആണെങ്കിലും അതിനകത്ത് there is no winners and losers. ശരി, താങ്ക് യു സജിമോൻ ആന്റണി. ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, ഇപ്പോൾ നമ്മുടെ 24-ന്റെ ഒരു ബിസിനസ് കോൺക്ലേവിൽ നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. കാരണം വികസന കാര്യത്തിൽ ജനങ്ങളുടെ ക്ഷേമ കാര്യങ്ങളിൽ രാഷ്ട്രീയം പാടില്ല, അതിനെ ഒരു കാരണവശാലും രാഷ്ട്രീയം സ്വാധീനിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും എന്ന് പറയാൻ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ശ്രീ സജിമോൻ ആന്റണി ചൂണ്ടിക്കാട്ടിയതുപോലെ റിപ്പബ്ലിക്കന്മാരുടെ മാത്രം പ്രസിഡന്റ് അല്ല, ഡെമോക്രാറ്റുകളുടെ മാത്രം പ്രസിഡന്റ് അല്ല, അമേരിക്കക്കാരുടെ ആകെ പ്രസിഡന്റ് എന്ന നിലയിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതല്ലേ എന്ന ചോദ്യം നിലനിൽക്കുന്നു. എന്നതാ നിങ്ങളുടെ ഒരു പ്ലാൻ? കഴിഞ്ഞ 3 മാസം മുമ്പ് ഈ ചക്ക് ഷൂമർ, ഇപ്പോഴത്തെ സെനറ്റ് മെജോറിറ്റി ലീഡർ, യാതൊരു പ്രശ്നവും ഇല്ലാതെ പാസാക്കി വിട്ട ഒരു കണ്ടിന്യൂയിങ് റെസൊല്യൂഷൻ മാത്രമാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ഇതിനകത്ത് യാതൊരു രീതിയിലുള്ള പോളിസി ഡിസ്കഷൻസും ആവശ്യമില്ലാത്തൊരു ടൈമാണിത്. അതിൻ്റെ ഫൈനൽ തിങ് നമ്മൾ ഈ റെൻറ്റിൽ വരാനിരിക്കുന്നു. അപ്പം ഡിസ്കസ് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഇത് $1.5 ബില്യൺ നമ്മൾ സേവ് ചെയ്തു കഴിഞ്ഞ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ അമേരിക്ക. അങ്ങനെ സേവ് ചെയ്തത് വഴിയാണ് അമേരിക്കയിൽ ട്രംപ് ആദ്യം നടപ്പാക്കിയ ടാക്സ് ബെനിഫിറ്റ്സ്, അതായത് ലോവർ ടാക്സസ് കണ്ടിന്യൂസ് ആയിട്ട് പെർമനന്റ് ആക്കാനായിട്ട് ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് വഴി സാധിച്ചത്. അത് സാധിച്ചത് ഈ $1.5 ട്രില്യൺ ഫ്രോഡ്, അബ്യൂസ് ആൻഡ് ഡെഫിസിറ്റ്, അതായത് സ്റ്റേറ്റ് ഒരിക്കലും ഇല്ലീഗൽ ഇമിഗ്രൻസ്, ഇപ്പൊ ക്രിസ്റ്റ്യന് പറഞ്ഞ പോയിന്റ് തന്നെ തെറ്റാണ്. നിതിൻ ഗഡ്കരി പറഞ്ഞത് കേരളത്തിനെ കുറിച്ചും ഇന്ത്യനെ കുറിച്ചുമാണ്. ഇതെല്ലാം ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. പുറത്തുനിന്ന് വന്ന് ഇവിടെ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ ട്രംപിന്റെ പ്രജകളല്ല, ട്രംപ് അവരുടെ പ്രസിഡന്റ് അല്ല. അവർക്കുള്ള വെൽഫെയറും സാധനങ്ങളും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ $1.5 ട്രില്യൺ സേവ് ചെയ്ത് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പാസ്സാക്കിയത് ജസ്റ്റ് മാസങ്ങൾ മുമ്പ്. അതിനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളയണം. അതായത് ഈ ഡിസ്കഷൻ മുഴുവൻ നടന്നു, ഈ ബഹളം മുഴുവൻ നടന്ന അവസാനം റിപ്പബ്ലിക്കൻസ് ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഭരണത്തിൽ വന്ന സെനറ്റ് മെജോറിറ്റിയും കോൺഗ്രസും പ്രസിഡന്റും കൂടി പാസ്സാക്കിയ ബില്ല് കംപ്ലീറ്റ് ആയിട്ട് ഒരു കണ്ടിന്യൂസ് റെസൊല്യൂഷന്റെ ഒരു ചാൻസിൽ എടുത്ത് കളയണം എന്നാണ് ചക്ക് ഷൂമർ പറയുന്നത്. അപ്പോൾ ഇതൊരു ടോട്ടലി ഔട്ട് ഓഫ് ദ പ്ലേസ് ഒരു ഡിമാൻഡാണ് ചക്ക് ഷൂമർ വെക്കുന്നത്. ഇതിന് കാരണമുണ്ട്.
ആ ഫണ്ടമെന്റൽ കാരണം സജിമോൻ ഒളിച്ചു വെക്കുന്നു. ആ കാരണം പറയാതെ ഇത് ആർക്കും മനസ്സിലാവില്ല. നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ നടത്തുന്നത് കേരളത്തിലിരിക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ലേ. സോ ആ ഫണ്ടമെന്റൽ കാരണം എന്താണ്? ഈ ചൈനീസ് റവല്യൂഷൻ നടന്നപ്പോഴും റഷ്യൻ റവല്യൂഷൻ നടന്നപ്പോഴും എല്ലാം അമേരിക്കയിലും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഗ്രോ ചെയ്യാൻ തുടങ്ങി. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നാച്ചുറൽ ആയിട്ടുണ്ടായിരുന്ന ഒരു ഹോമായിരുന്നു ഡെമോക്രാറ്റ് പാർട്ടി. പക്ഷേ അത് എപ്പോഴും ഒരു ഫ്രിഞ്ച് എലമെന്റ് ആയിട്ടൂടെ നിലനിന്നു. വളരെ ചെറിയ കുറച്ച് പേരുണ്ട് എൻ്റെ കൂടെ പറയാൻ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന സംഭവം. ഇപ്പോ ഡെമോക്രാറ്റ് പാർട്ടിയുടെ ഫുൾ കൺട്രോൾ ഈ ഡെമോക്രാറ്റ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഈ യങ് ക്രൗഡ് ഏറ്റെടുത്തിരിക്കുകയാണ്. അത് അലക്സാണ്ട്രിയ ഒക്കേഷ്യ-കോർട്ടസ്, ബേർണി സാൻഡേഴ്സ് ഹണിമൂൺ റഷ്യയിൽ ആഘോഷിച്ച, റഷ്യൻ റവല്യൂഷൻ നടക്കുന്ന സമയത്ത് ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റഷ്യയിൽ ഹണിമൂൺ ആഘോഷിച്ച ബേർണി സാൻഡേഴ്സ്, അയാളുടെ ശിഷ്യരായ അലക്സാണ്ട്രിയ ഒക്കേഷ്യ-കോർട്ടസ്, സൊഹ്റാൻ മംഡാനി ന്യൂയോർക്കിൽ മേയറായിട്ട് മത്സരിക്കുന്ന ഈ യങ് communist Marxist influence has taken over the Democrat Party. And Alexandria Ocasio-Cortez has told already that she may go after Chuck Schumer in the New York Senate race. So ഈ ചക്ക് ഷൂമർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രായമായി പണ്ടൊക്കെ പണ്ടേ വീട്ടിൽ പോയി വെറുതെ ഗ്രാൻഡ് കിഡ്സിനെ നോക്കിയിരിക്കേണ്ട ആളാണ്. പക്ഷെ അയാളൊക്കെ ഇപ്പോഴും ഈ അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുവാണ്. ഈ സ്റ്റാൻഡ് അയാൾ എടുത്തില്ലെങ്കിൽ, അതായത് 3 മാസം മുമ്പ് അയാൾ ചെയ്തതുപോലെ കണ്ടിന്യൂസ് റെസൊല്യൂഷൻ പാസ്സാക്കാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ ഈ ഷട്ട് ഡൗൺ ഉണ്ടാവാൻ പോണില്ല. അതയാൾ ചെയ്യാത്തതിൻ്റെ ഒറ്റ കാരണം ഹി വാണ്ട്സ് നോ കണ്ടസ്റ്റ് ഫ്രം അലക്സാണ്ട്രിയ ഒക്കേഷ്യ-കോർട്ടസ് ഫോർ ദ സെനറ്റ് റേസ്. That is exactly what is going on. That is the fundamental reason. This is not the time for policy discussions. ഇത് സജിമോഹനോടുള്ള ഫൊക്കാന പ്രസിഡന്റ് എന്നുള്ള രീതിയിലും ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ലീഡർ എന്നുള്ള രീതിയിലുള്ള സകല റെസ്പെക്റ്റും കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പറയുവാണ്, സജിമോഹൻ ആന്റണി ഈ വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഈ സത്യസന്ധമായിട്ടുള്ള ഈ കാര്യം മറച്ചു വെക്കുന്നത് ശരിയല്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അല്ല വിൻസ, ഇതിനകത്ത് എനിക്കൊരു 2 കാര്യം ചോദിക്കാനുള്ളത്, എല്ലാ റെസ്പെക്റ്റും, കാരണം എനിക്ക് ഒരുപാട് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ള ഒരാളാണ് വിൻസൻ. അപ്പോൾ വിൻസനോട് എനിക്ക് ചോദിക്കാനുള്ള 2 കാര്യം. ഒന്നീ പറയുന്ന പോലെ ചക്ക് ഷൂമറിന്റെ പ്രായം പറഞ്ഞു 74 വയസ്സ്. അപ്പൊ ട്രംപോ പ്രായം ഉള്ള ആള് വീട്ടിൽ പോയിരിക്കും. 2 ഈ പറയുന്ന, ഞാൻ ചോദിക്കട്ടെ, ഐ ക്യാൻ ഗിവ് യു ദി ആൻസർ. ഈ ട്രംപിന്റെ ക്യാബിനറ്റിലുള്ള, ഈ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള സെനറ്റർമാരും കോൺഗ്രസ്മാരും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവൻ ഡെമോക്രാറ്റ്സ് ദേ ആർ കൈൻഡ് ഓഫ് ഔട്ട് ഓഫ് എയർ വാട്ട് ടു സേ. ഈ മനുഷ്യൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഹി സ്ലീപ്സ് ഓൺലി 4 hours. ഓക്കെ, എനിക്കൊരു കമന്റ് അതിനകത്ത് പറയാനുണ്ട്. വിത്ത് ഓൾ യുവർ എക്സ്പെർട്ട് വിൻസെന്റ്. ഓക്കെ, അത് ചക്ഷൂറിന് മാത്രമല്ല പ്രായമാകുന്ന, ട്രംപിന് വല്ല പ്രായമാകുന്നത്. ക്രിസ്ത്യന, ദ ഫാക്ട് ഈസ് ദാറ്റ് ബോത്ത് ഡെമോക്രാറ്റിക് പാർട്ടി ആൻഡ് റിപ്പബ്ലിക്കൻ പാർട്ടി ഇതിലുള്ള ഒരു 80-നും 90-നും ഇടയ്ക്കുള്ള മജോറിറ്റി ഓഫ് ഇവിടെയുള്ള സെനറ്റർ, ഞങ്ങളുടെ ഇവിടുത്തെ സെനറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് ഏജ് ഹോമാണ്. ദാറ്റ് ഈസ് നോ എക്സെപ്ഷൻ ഓഫ് ഡെമോക്രാറ്റിക് പാർട്ടി, നോ എക്സെപ്ഷൻ ഫോർ റിപ്പബ്ലിക്കൻ പാർട്ടി. അപ്പൊ അതിനകത്ത് ചക്ഷൂറിനെ മാത്രം പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ഈ കഴിഞ്ഞ തവണ 5-6 മാസം വിൻസെന്റ് ആ ഒരു പോയിന്റ്, ഏജിന്റെ പോയിന്റ് പറഞ്ഞ കാരണം റിപ്പബ്ലിക്കൻസിന്റെ മാത്രമല്ല ഡെമോക്രാറ്റുകളുടെ മാത്രമല്ല, പക്ഷേ ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റക്കാരുടെ പ്രസിഡന്റ് അല്ല എന്ന് പറഞ്ഞു. കുടിയേറ്റക്കാരുടെ അല്ല, ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ. പക്ഷേ ഈ എന്റെ ഒരു സംശയം, എന്റെ അറിവ് തെറ്റാണെങ്കിൽ തിരുത്തുക, ഈ ദരിദ്രരായിട്ടുള്ള എല്ലാ അമേരിക്കക്കാർക്കും എന്നല്ലേ ഈ ആരോഗ്യ സുരക്ഷാ പരിപാടി, അല്ലാതെ ഇല്ലീഗൽ ഇമിഗ്രൻസിന് മാത്രമാണോ? അല്ല, ഐ ക്യാൻ എക്സ്പ്ലെയിൻ. ഈ മെഡിക്കെയ്ഡിന്റെ ജനറൽ, മെഡിക്കെയ്ഡ് ഈസ് എ ഫെഡറൽ പ്രോഗ്രാം. മെഡിക്കെയ്ഡിന്റെ ജനറൽ ഡെഫിനിഷൻ അനുസരിച്ച് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ഇല്ലീഗൽ ഇമിഗ്രൻസ്, ബട്ട് ദ സ്റ്റേറ്റ്സ് പാസ് ഡിഫറെന്റ് റൂൾസ്. So, for example, California allows Medicaid for illegal immigrants. So finally, when the bill is accumulated, the federal government is supposed to give that money, federal subsidy. That's called federal subsidy for Medicaid to the state. So basically, even though it's a federal program, Medicaid is a federal program, and even though according to federal law, federal benefits are not available for illegal immigrants, the Democrat states like California and like New York, they use the subsidy, the state subsidy program, to entertain illegal immigrants in their emergency rooms and finally sending the bill to the federal government. ആ ലൂപ്പ് ഹോൾ ആണ് ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ ഒഴിവാക്കിയത്. അങ്ങനെയാണ് $1.5 trillion സേവ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ $32 trillion ബെനിഫിറ്റിൽ ഇരിക്കുന്ന ഈ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഫർദർ വഷളാവാണ്ടിരുന്നത്. ഈ ടാക്സ് നിയമം പെർമനന്റ് ആക്കിയപ്പോഴും പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഷട്ട് ഡൗൺ ഉണ്ടാവുന്നത്. $32 trillion ആണ് അമേരിക്കയുടെ കടം.
$32 trillion. പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഷട്ട് ഡൗൺ ആവശ്യമായിട്ട് വരുന്നത്. അതിൽ പകുതി ട്രംപ് തന്നെ ഉണ്ടാക്കിയതല്ലേ വിൻസെന്റ്? ഈ ഇന്റർവ്യൂ ചെയ്തോളൂ, നോ പ്രോബ്ലം. എനിക്ക് ഈ നമ്മൾ ട്രംപിനെ ബാഷ് ചെയ്യുക അതിനൊന്നുമല്ല. ഫാക്ട് ഈസ് ഫാക്ട്. അത് ആര് പറഞ്ഞാലും അങ്ങനെ ആകാൻ പാടുള്ളൂ. അത് അപ്പൊ ഇതിനകത്തുള്ള ഒരു ഫാക്ട് ഇതാണ്, 31 അല്ലെങ്കിൽ 32 ട്രില്യൺ അമേരിക്കയുടെ ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ആ ഡെഫിസിറ്റ് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു പ്രസിഡന്റ് ട്രംപിന്റെ വലിയൊരു പ്രഖ്യാപന നയം എന്ന് ആയിരുന്നു അത്. കാരണം ഒരു കൺസർവേറ്റീവ് പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു കൺസർവേറ്റീവ് പാർട്ടിയാണ്. ആ ഫിസിക്കൽ കൺസർവേറ്റീവ് അവരുടെ എപ്പോഴും മുഖമുദ്രയായിരുന്നു. എന്നാൽ പ്രസിഡന്റ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനകത്ത് ഒരിക്കലും അത് വാക്കിൽ മാത്രമേ ഉള്ളായിരുന്നു, പ്രവൃത്തിയിൽ ഇല്ലായിരുന്നു. ഈവൻ സെപ്റ്റംബർ 4 റിലീസ് ചെയ്ത അമേരിക്കയുടെ ഡെപ്റ്റിന്റെ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇപ്പം 32 അല്ല, വി ആർ ടോക്കിംഗ് അബൌട്ട് 37 ട്രില്യൺ. അപ്പം ഈ 8 മാസം കൊണ്ട് ഈ അഡീഷണൽ വരികയാണ് ചെയ്തത്. കാരണം ഈ ബുക്ക് ബ്യൂട്ടിഫുൾ ബില്ല് എന്ന് പറയുന്നത്, അത് എന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല, ഫെഡറൽ ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ ആ ബില്ല് ഫെയിൽ ആയി എന്നുള്ളതാണ് നമ്പേഴ്സ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, നമ്പേഴ്സ് പറയുന്നത്. ഞാൻ വരിക. രണ്ടാമത്, ഞാൻ ആദ്യത്തെ സെഷനകത്ത് ഞാൻ ട്രംപ് പറഞ്ഞത് ലീഡർഷിപ്പ് കാണിക്കുന്നില്ല എന്ന് പറയുന്നത് 2013 അദ്ദേഹം പറഞ്ഞ അന്ന് ട്രംപ് പറഞ്ഞ വേർഡാണ്. ഒബാമയുടെ സമയത്ത് 13 ദിവസത്തേക്ക് ഫെഡറൽ ഗവൺമെന്റ് അടഞ്ഞു കിടന്നപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പം അദ്ദേഹം പറഞ്ഞതാണ്, ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയോ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയോ തെറ്റല്ല, ഇത് ആരാണ് പ്രസിഡന്റ്, ദേ ഓൺ ദ ഡയറക്ട് റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഞാൻ ഡൊണാൾഡ് ട്രംപിന്റെ അതേ കോട്ട് തന്നെയാണ് ഇപ്പൊ പറയുന്നത്. അന്ന് ഒബാമയുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നുവെങ്കിൽ ഇന്ന് ട്രംപിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നത്. ഞാൻ സമ്മതിച്ചു. പക്ഷെ സജിമോൻ ഇത് പറയുമ്പോഴും സജിമോൻ എങ്ങനെ ട്രംപിന്റെ പീരീഡിൽ ഡെഫിസിറ്റ് ഉണ്ടായി എന്ന ബേസിക് കാര്യം മറച്ചു വെക്കുന്നു. ചക് ഷൂമറിന്റെ AOC എന്നുള്ള ത്രെട്ട് മറച്ചു വെച്ചതുപോലെ തന്നെ കോവിഡ്. ഡെഫിസിറ്റ് കോവിഡിന്റെ സമയത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്ത ചെക്കാണ്. ശ്രീ സ്റ്റാൻലി ജോർജ്, ഇപ്പൊ ഇനി നമുക്ക് മുന്നിലുള്ള ചോദ്യം, ഇതെന്നൊരു സമവായത്തിലേക്ക് പോകും, ഇതിനൊരു പരിഹാരമാകുമോ ഉടൻ? ഇതൊരു ഒഴിവാക്കാമായിരുന്ന ഒരു ദുരന്തമായത് സത്യത്തിൽ അമേരിക്കൻ ജനതയ്ക്ക് മേലെ വന്ന് പതിച്ചത്. ഇത് നമ്മൾ നേരത്തെ കേട്ട പോലെ തന്നെ കഴിഞ്ഞ മാർച്ചില് ചക് ഷൂമർ നേതാക്കന്മാരും ഒപ്പുവെച്ച പാസ്സാക്കിയ ബില്ലാണ്. അത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പിന്നാമ്പറുണ്ട്, നിങ്ങൾ എല്ലാവരും അറിയേണ്ട കാര്യമാണ്. കാരണം ഈ ബില്ല് പാസ്സാക്കി വന്നപ്പോഴത്തേക്ക് ഡെമോക്രാറ്റിക് പാർട്ടിക്കകത്തുള്ള തീവ്ര നിലപാടുകാരുണ്ട്, പോരാളികൾ. അവർ പറയും നേതാക്കന്മാർ പൊട്ടന്മാരാണ്, ഇവരെല്ലാം കഴിവുകെട്ടവരാണ്, ഇവർ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇവര് ഈ അടച്ചിടൽ ഒഴിവാക്കാൻ വേണ്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ആക്ഷേപം ഉയർത്തിയിട്ട് ഇവർക്കെതിരെ പ്രതിഷേധം ഉയർത്തി. പിന്നെ അങ്ങനെയുള്ള കടുത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് ചക് ഷൂമറും ഈ നേതാക്കന്മാരും മലക്കം മറിഞ്ഞു. വളരെ കൗതുകരമാണ് ഈ മലക്കം മറിച്ചില്. ഇവരെ നിലപാട് നേരെ തിരിഞ്ഞിട്ടാണ് ഇപ്പൊ അവര് ഈ കോൺഗ്രസ് പാസ്സാക്കിയ ബില്ല് ട്രംപ് സൈൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, പ്രസിഡന്റ് സൈൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോഴാണ് സെൻട്രൽ ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഈ പ്രശ്നത്തിലേക്ക് ഇത് കൊണ്ടുപോയത്. ഒരു കാര്യം മനസ്സിലാക്കണം, സത്യത്തിൽ ഇന്നത്തെ പ്രശ്നങ്ങളെല്ലാം കാരണം സജീവനാണ്ടി പറഞ്ഞ പോലെ തന്നെ പ്രസിഡന്റ് ട്രംപിന്റെ ഭരണമാണ്. ഞാൻ സമ്മതിക്കുന്നു. കാരണം എന്താണെന്നറിയാം, കാരണം ഇതുവരെ ഇല്ലാത്ത പോലെ ഒരു പ്രസിഡന്റ് അമേരിക്കൻ ജനതയുടെ ഭാവിയും അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തിന്റെ ഉയർച്ചയും അമേരിക്കയുടെ എന്താ പറയുന്ന ഗ്രേറ്റ് അമേരിക്ക എന്നുള്ള വലിയ ആശയത്തോടു കൂടി തെറ്റ്, അബ്യൂസ്, അബ്യൂസ്, തെഫ്റ്റ്, വേസ്റ്റ്, ഫ്രോഡ്, ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്ത ഒരു പ്രസിഡന്റ് വന്നുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. ഇതുവരെയുള്ള അന്ന് തന്നെയാണ് ആദ്യത്തെ ടൈമിൽ അദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുക. ഈ രണ്ടാമത്തെ ടൈമിൽ അദ്ദേഹം അവിടെ ആരംഭിച്ച കാര്യമാണ് ഇതൊക്കെ. അവിടെ ആരംഭിച്ച കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസിഡന്റ് വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. കാരണം അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്, അമേരിക്കൻ മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള അമേരിക്കൻ സാമ്പത്തികം തകരുന്ന ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കാൻ ഈ പ്രസിഡന്റോ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ഇന്നത്തെ ഭരണോ തയ്യാറല്ല. അതാണ് ഇതിന്റെ ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ അനധികൃതമായിട്ട് കടന്നു വരുന്ന കടന്നുകയറ്റക്കാർക്ക് അവർക്ക് അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുത്ത് പരമ്പരാഗതമായിട്ട് വോട്ട് ബാങ്ക് ഉറപ്പിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അജണ്ടയ്ക്കുള്ള പ്രഹരമായിരുന്നു കഴിഞ്ഞ ബ്യൂട്ടിഫുൾ ബില്ല്. അല്ലെ, ആ ബ്യൂട്ടിഫുൾ ബില്ലിനകത്ത് വന്ന പല കാര്യങ്ങളും ഇത്തരം അജണ്ടകളെ ഇല്ലാതാക്കുന്ന അജണ്ടകൾ. അന്ന് തൊട്ട് തുടങ്ങിയ അസ്വസ്ഥതയാണിത്. അന്ന് തൊട്ട് ആക്രമണങ്ങൾ ആരംഭിച്ചു. ട്രംപിനായിട്ട് മാത്രമല്ല,
പൊതുജീവിതത്തിന് അമേരിക്കൻ ജനതയുടെ ജീവിതത്തിന് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല പ്രക്ഷോഭങ്ങളും പല സംസ്ഥാനങ്ങൾ ആരംഭിച്ചു. ആക്രമണം ഉണ്ടായി, കൊലപാതകങ്ങൾ നടന്നു, ചാലിക്കർക്കനെ പോലെ ആളുകളെ വധിച്ചു. ഇപ്പോഴും പല സിറ്റികളും കത്തുകയാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ഈ തീവ്ര നിലപാടുള്ള ആളുകളുടെ നേരത്തെ വിൻസൻ പറഞ്ഞ പോലെ അല്ലെ ലെഫ്റ്റിസ്റ്റ്, മാർക്സിസ്റ്റ്, റാഡിക്കലിസം അല്ലെങ്കിൽ തീവ്രമായിട്ട് നിലപാടുള്ള ആളുകളുടെ ഒരു സംഘം അവർ അമേരിക്ക കൈവിട്ടുപോയി. അവർക്ക് പ്രതീക്ഷിച്ച പോലെ അമേരിക്കയുടെ ഭരണം കിട്ടിയിരുന്നെങ്കിൽ ഈ അമേരിക്ക എവിടെ എത്തുമായിരുന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന കാര്യമാണ്, ഊഹിക്കുന്നപ്പുറത്താണ്. അപ്പൊ അതാണ് ഈ അസ്വസ്ഥത എല്ലാത്തിനും കാരണം. ഇവിടെ വീണ്ടും സർക്കാരിന്റെ ജാഗ്രത എന്ന് പറയുന്നത് ഈ ആനുകൂല്യങ്ങൾ വാരിക്കൊടുക്കുന്ന 4 ബില്യൺ എന്നുള്ളത് സജ്മൻ പറഞ്ഞത് വെരിഫൈ ചെയ്യാത്ത കണക്കാണ്. ഒരുപക്ഷെ ഡെമോക്രാറ്റിക് ഏജൻസി ആയിരിക്കും അത് ചെയ്തത്. ബില്യൺസ് ഓഫ് ബില്യൺസിന്റെ ബാധ്യതയാണ് സർക്കാരിനുണ്ടാകുന്നത് ഈ ഇത്രയും ആളുകളെ തീറ്റിപ്പോരുന്നതോടുകൂടി. കാരണം അത് ഇവിടെയുള്ള സാമ്പത്തിക വളർച്ചയെ മുരടിപ്പിക്കും, ഇവിടെയുള്ള തൊഴിൽ സാധ്യതകളെ കുറയ്ക്കും. ഇപ്പോൾ അമേരിക്കയിലേക്ക് നിക്ഷേപം വരികയാണ്. അപ്പൊ കടം കുറയ്ക്കാനുള്ള മറ്റുള്ളതാണ് താരിഫുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടുകൾ. അപ്പം ഒരു കാര്യമാണ്, ഈ അർഹതയില്ലാത്തവർക്ക് കൊടുക്കേണ്ട കാര്യമാണോ ഈ ആനുകൂല്യങ്ങൾ, ഫെഡറൽ ആനുകൂല്യങ്ങൾ? അതുപോലെ തന്നെ സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ നികുതിദായകരുടെ കാര്യസ്ഥരാണ് അല്ലെ. നികുതിദായർ കൊടുക്കുന്ന പണത്തിന് കാര്യവിചാരമാണ്. അതെടുത്ത് അബ്യൂസ് ചെയ്യാനോ അത് ഫ്രോഡ് കാണിക്കാനോ അല്ലെങ്കിൽ അത് വഴിവിട്ട സാഹചര്യങ്ങൾ കൊടുത്ത് വോട്ടുറപ്പിക്കാനോ ഉള്ള അത് ജനങ്ങളുടെ പണമാണ്. അത് കൃത്യമായിട്ട് ജാഗ്രതയോടുകൂടിയാണ് ട്രംപ് ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂയോർക്ക് സിറ്റി ഞാൻ ഒരു പഠനം നടത്തി. അവിടെ അന്ന് അനധികൃതമായിട്ട് കുടിയേറി ധാരാളം ആളുകൾ സ്ട്രീറ്റിലുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അവിടെ അനേക ഭവനരഹിതരെ, ഹോംലെസിന് വേണ്ടി ഞാൻ സംസാരിച്ചു. അവരൊക്കെ ആരാണ്, അവരുടെ പശ്ചാത്തലം എന്താണ്? ഞങ്ങളൊരു ടീമായിട്ടാണ് ഞങ്ങൾ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പഠനമാണ്. അപ്പോൾ ഞാൻ അതിനകത്തൊരു വിയറ്റ്നാമിൽ പങ്കെടുത്ത ഒരു യുദ്ധ പോരാളിയെ കണ്ടു. അമേരിക്കൻ സൈനികനാണ്, ഹോംലെസ് ആണ് അയാൾ. അപ്പം തന്നെ അതിർത്തി കടന്നു കയറിയ ആളുകൾ പഞ്ചനക്ഷത്രയോട് താമസിക്കുക, അവരെ ഹോട്ടലിൽ കടന്നു കയറിയിരിക്കുകയാണ് ടൈം സ്ക്വയറിൽ. അപ്പൊ അതിർത്തി കാത്ത സൈനികൻ തെരുവിലാണ്. ഇതാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ അമേരിക്ക ഏറ്റവും വലിയ സംഭാവന. അതാണ് ഈ ഒരു അന്തരം ഒഴിവാക്കാനായിട്ടാണ് ട്രംപ് സർക്കാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യത്വമില്ലായ്മ, ഇതൊരിക്കലും ആളുകളുള്ള ഒരു പ്രത്യേകിച്ച് ആളുകൾ തെരഞ്ഞുപിടിച്ചുള്ള ഒരു പ്രത്യേകമായി പാർശ്വവൽക്കരിക്കാനുള്ള കാര്യമല്ല. ഇത് രാജ്യ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ഡെമോക്രാറ്റുകൾക്ക് ഫെഡറൽ ജീവനക്കാരെ കുറിച്ച് ഉത്കണ്ഠയുണ്ടെങ്കിൽ, അമേരിക്കൻ ജനതയെ ബാധിച്ചിരിക്കുന്ന പൊതുജനത്തെ ബാധിച്ചിരിക്കുന്ന ഈ കഷ്ടവും നഷ്ടവും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 8 ഡെമോക്രാറ്റുകൾ രാജ്യ താല്പര്യത്തിൽ മുമ്പോട്ട് വന്നാൽ മതി. നാളെ ഈ ബില്ല് പാസ്സാക്കും, നാളെ ഷട്ട് ഡൗൺ ഒഴിവാക്കും. അങ്ങനെ ക്രിസ്ത്യനയുടെ ചോദ്യം ഇതാണ്. ആ ചോദ്യം ഞാൻ ഡെമോക്രാറ്റോട് തിരിച്ചു ചോദിക്കുകയാണ്. ഒഴിവാക്കാൻ കഴിയുമോ നിങ്ങൾക്കെന്നാ ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ആ സൈനികനെ പോലെയുള്ളവർക്കും അമേരിക്കയിൽ അതേപോലെ ഇപ്പോൾ ജീവിക്കുന്ന ഒരുപാട് പേരില്ലേ, അമേരിക്കയ്ക്ക് വേണ്ടി പോരാടിയവരും അമേരിക്കയ്ക്ക് വേണ്ടി അവരുടെ വിയർപ്പ് ചൊരിഞ്ഞവരും ഒക്കെ. അപ്പോൾ പാവങ്ങൾ അവർക്ക് ആ ആരോഗ്യ സുരക്ഷയെങ്കിലും കിട്ടിപ്പോയേനെ എന്നൊരു ഒരു അഭിപ്രായം ഉണ്ട്. അവരുടെ ആരോഗ്യ സുരക്ഷയ്ക്കൊന്നും പറ്റിയിട്ടില്ല ക്രിസ്റ്റീന. ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ ആരോഗ്യ സുരക്ഷയ്ക്കേ പറ്റിയിട്ടുള്ളൂ. ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ സൈനികന്റെ അവസ്ഥ ഇപ്പൊ ശ്രീ സ്റ്റാൻലി ജോർജ് തന്നെയല്ലേ പറഞ്ഞത്? അത് ഹോംലെസ്, ഫ്രീ ആയിട്ട് വീടില്ല. അല്ല, അത് തന്നെ, അത് ഞാൻ പറഞ്ഞത്. ഹോംലെസ് ആയ അമേരിക്കക്കാരുണ്ട്, ദരിദ്രരായ അമേരിക്കക്കാരുണ്ട്, അവരുടെ എല്ലാവരുടെയും കൂടെ കാര്യം ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഈ ബില്ലിൽ ഹോംലെസ്നെസിനെ കുറിച്ച് പറയുന്നില്ല, ബില്ലിൽ മെഡിക്കേഡിനെ കുറിച്ച് പറയുന്നത്. Christina, Sajman Anthony പറഞ്ഞോ. What is exactly happening? It's a mere politics. അത് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലാണെങ്കിലും പൊളിറ്റിക്സ് ആണ്, അമേരിക്കയിലും പൊളിറ്റിക്സ് ആണ്. എന്നാൽ എക്സെപ്ഷണലി നമ്മൾക്ക് വേൾഡ് ലീഡേഴ്സിനെ കാണാൻ പറ്റും. അവർ പൊളിറ്റിക്സിന് അതീതമായി ചിന്തിച്ച് ആ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അവരുടെയൊക്കെ പേരുകൾ തങ്കലിപികളിൽ നമ്മൾ ഇന്നും കോട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ലീഡേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ ലീഡേഴ്സ് ആണെങ്കിലും. റൈറ്റ്, ജവഹർലാൽ നെഹ്റുവിന്റെ കാര്യം നമ്മൾ പറയാറുണ്ട്, ഇന്ദിരാഗാന്ധിന്റെ കാര്യം പറയാറുണ്ട്, ഇന്ത്യൻ പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ. ഇവിടെ പറയുമ്പോൾ റൊണാൾഡ് റേഗന്റെ കാര്യം പറയാറുണ്ട്, ഈ ബിൽ ക്ലിന്റന്റെ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതിനകത്തും ആ പേരുകൾ വരുന്നത് ആദ്യം ഡെമോക്രാറ്റ് ആണോ റിപ്പബ്ലിക്കൻ ആണോ എന്ന് നോക്കിയല്ല, അവര് ആ പാർട്ടിക്ക് അതീതമായിട്ട് എല്ലാവരെയും ഒത്തു കൊണ്ടുപോകാനുള്ള ഒരു കേപ്പബിലിറ്റി കാണിച്ച ലീഡർഷിപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ തർക്കിക്കുന്നത്, നമ്മൾ പറയുമ്പോൾ ഞാൻ പറയത്തില്ല ഡെമോക്രാറ്റിക് പാർട്ടി കംപ്ലീറ്റ്ലി പൊളിഞ്ഞു പോയതാണോ അല്ലെ പൊളിയാണെന്നോ അവർ മുഴുവൻ ചൈനയിൽ നിന്ന് വന്നാണോ മാർക്സിസ്റ്റ് ആണോ ഞാൻ പറയത്തില്ല. മേ ബി ഒരു ഫ്രാക്ഷൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന മുടക്ക് തന്നെ
റിപ്പബ്ലിക്കൻ പാർട്ടിയിലും എക്സ്ട്രീം റൈറ്റ് വിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് വിചാരിക്കും അവർ നമ്മൾ ടെററിസ്റ്റിനേക്കാളും വലിയ ടെററിസ്റ്റ് ചിലപ്പോൾ തോന്നിപ്പോകും എന്ന് കരുതി ആ പാർട്ടി മോശമാകുമോ? ഇല്ല, രണ്ട് പാർട്ടിയിലുമുണ്ട്. അപ്പൊ നമ്മൾ നല്ലതിനെ കൊള്ളാവുന്നതിനെ നമ്മൾ എടുത്തിട്ട് തള്ളേണ്ടതായിട്ട് വേണം. അല്ലാണ്ട് നമ്മൾ പാർട്ടി ബേസിസിൽ സജിമോൻ എക്സ്ട്രീംലി നൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. എബ്രഹാം ലിങ്കൺ റിപ്പബ്ലിക്കൻ പാർട്ടി ഉണ്ടാക്കി വാർ പ്രഖ്യാപിച്ചത് സദേൺ ഡെമോക്രാറ്റ്സിനെതിരായിട്ടാണ്. സിവിൽ വാറിൽ എബ്രഹാം ലിങ്കൺ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് വാർ നടത്തിയത് സദേൺ ഡെമോക്രാറ്റ്സിനെതിരായിട്ടാണ്. സജിമോൻ ഈ തങ്കലിപിയുടെ കാര്യം ഓർത്തോണ്ടിരിക്കല്ലേ? അല്ല, സജിമോൻ ആന്റണി ഈ തങ്കലിപികളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അപ്പുറത്തിരുന്നിട്ട് വിൻസന്റെ മുഖത്ത് ഒരു ചിരിയുണ്ട്, നിങ്ങളുടെ തങ്കലിപി ഒന്നും ഞങ്ങൾക്ക് വേണ്ടടേ എന്നുള്ള രീതിയില്. ജവഹർലാൽ നെഹ്റുവിന്റെ പോളിസികൾ കാരണമാണ് ഈ സജിമോനും ഈ വിൻസെന്റ് പാലത്തിങ്കിലും ഈ സ്റ്റാൻലി ജോർജും അമേരിക്കയിൽ വന്നിരുന്ന ഈ ചർച്ചയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരുന്നത്. തങ്കലിപിയിലെ കാര്യം ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യ കിട്ടിയപ്പം 13% നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഒരുപാട് അതിക്രമിച്ചു. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പറഞ്ഞോളൂ. ഒരു കാര്യം കൂടെ, അമേരിക്കൻ ജനതയെ ബന്ദികളാക്കിക്കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ നാടകമാണ് ഇപ്പൊ നടത്തുന്ന ഡെമോക്രാറ്റുകളുടെ. കാരണം ഒരു രാഷ്ട്രീയ നാടകമാണ്, ബന്ദികളാക്കിയിരിക്കുകയാണ് അമേരിക്കൻ ജനതയെ. രാഷ്ട്രീയ നേട്ടം കൈവരിക്കാൻ വേണ്ടി മാത്രമാണ്. അത് ഒഴിവാക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതാണ് തീർച്ചയായിട്ടും ആ ഒരു രാഷ്ട്രീയ നാടകം ഒഴിവാകട്ടെ. സാധാരണക്കാരായ അമേരിക്കക്കാർക്ക്, ഈ പറയുന്നത് പോലെ സാധാരണക്കാരെന്നല്ല, എല്ലാ വിഭാഗങ്ങളിൽപ്പെടുന്ന ഈ അവശ്യ സേവനങ്ങളൊക്കെ ലഭിക്കുന്നവർക്ക് എല്ലാം അത് പുനഃസ്ഥാപിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത് എത്രയും വേഗം സാധ്യമാകട്ടെ എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ ചർച്ച ഇവിടെ ചുരുക്കാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തെങ്കിൽ, ശ്രീ സജിമോൻ ആന്റണി, ശ്രീ സ്റ്റാൻലി ജോർജ്. എന്തായാലും ഇത്തരത്തിലൊരു ഷട്ട് ഡൗൺ അത് അമേരിക്കയിൽ ഉണ്ടായി. ഇത് 2ാം വാരത്തിലേക്ക് കടക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ അതിന് സമവായമാകട്ടെ. 7.5 ലക്ഷത്തോളം സർക്കാർ ഉദ്യോഗസ്ഥർ, അവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല, അവർ അൺപെയ്ഡ് ലീവിലാണ്. ഒപ്പം തന്നെ നിരവധി പേരെ ഒരു പിരിച്ചുവിടലിലേക്ക് പോകും എന്ന രീതിയിലുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് കൃത്യമായി ഭരണകൂടത്തിൽ നിന്ന്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ക്ഷേമവും പ്രദാനം ചെയ്യുന്ന ഒരു ഭരണ രീതിയിലേക്ക് പോകാനിടയാകട്ടെ എന്ന ഒരു പ്രത്യാശയോടുകൂടെ അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പ് ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.